നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ബി.ജെ.പിയിൽ കലഹം രൂക്ഷം. വി മുരളീധരനും കെ സുരേന്ദ്രനും നേതൃത്വം നൽകുന്ന പക്ഷത്തെ വെട്ടിനിരത്തിയാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയത്. സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരൻ ചുമതലയേറ്റ ശേഷം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെയും മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെയും ഒരു കാര്യങ്ങളിലും അടുപ്പിക്കില്ലെന്ന പരാതി ഉയർന്നിരുന്നു. ആദ്യഘട്ടത്തിൽ എ ക്ലാസ് മണ്ഡലങ്ങളിലെ പട്ടികയാണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയത്. വട്ടിയൂർക്കാവ് സീറ്റ് ലക്ഷ്യമിട്ട് കെ സുരേന്ദ്രൻ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. മത്സരിക്കുന്നെങ്കിൽ വട്ടിയൂർക്കാവോ തൃശ്ശൂര് വേണമെന്നായിരുന്നു സുരേന്ദ്രന്റെ ആവശ്യം. വിജയ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ ഇനി മത്സരത്തിനില്ലെന്നും സുരേന്ദ്രൻ നിലപാട് കടുപ്പിച്ചിരുന്നു. നടൻ ജി കൃഷ്ണകുമാറിനും വട്ടിയൂർക്കാവിൽ തനിക്ക് വിജയ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തി. എന്നാൽ ഇവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വസ്ത ആർ ശ്രീലേഖയുടെ പേര് മാത്രമാണ് കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ പട്ടികയിലുള്ളത്. മഞ്ചേശ്വരത്ത് മാത്രമാണ് സുരേന്ദ്രന്റെ പേരുള്ളത്. ഇവിടെ പലതവണ പരാജയപ്പെട്ടിട്ടുള്ളതിനാൽ സുരേന്ദ്രൻ മത്സരിച്ചേക്കില്ലെന്നാണ് സൂചന. പാലക്കാട് മണ്ഡലത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ പേരാണ് സുരേന്ദ്രൻ പക്ഷം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് വെട്ടി ശോഭാ സുരേന്ദ്രന്റെ പേരാണ് രാജീവ് ചന്ദ്രശേഖർ തയ്യാറാക്കിയ പട്ടികയിലുള്ളത്. സുരേന്ദ്രൻ പക്ഷത്തെ പ്രധാന നേതാവായ പി സുധീറും എ ക്ലാസ് മണ്ഡലത്തിന്റെ പട്ടികയിൽ നിന്നും പുറത്തായി. പാർട്ടി ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്ന നിയമമണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് മാത്രമാണ് പട്ടികയിലുള്ളത്. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശിനെ കോഴിക്കോട്ടും തൃശ്ശൂരുമാണ് പരിഗണിക്കുന്നത്. തിരുവല്ലയിൽ അനൂപ് ആന്റണിയും പാലയിൽ ഷോൺ ജോർജും സ്ഥാനാർത്ഥികളായേക്കും. ബി.ജെ.പി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെ ചെങ്ങന്നൂർ മണ്ഡലത്തിലും പരിഗണിക്കുന്നുണ്ട്. കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, കാട്ടക്കടയിൽ പി.കെ. കൃഷ്ണദാസ് തുടങ്ങിയവരും പട്ടികയിൽ ഇടം നേടി. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയവരിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും ഒഴികെയുള്ളവരെല്ലാം രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വസ്തരാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായി വന്നത് മുതൽ കേരളത്തിലെ ബി.ജെ.പിയുടെ പോര് രൂക്ഷമായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റിയപ്പോൾ രാജ്യസഭാ സീറ്റിൽ പരിഗണിക്കണം എന്നതായിരുന്നു സുരേന്ദ്രന്റെ ആവശ്യം. എന്നാൽ സുരേന്ദ്രനെ അവിടെയും വെട്ടിയത് രാജീവ് ചന്ദ്രശേഖരായിരുന്നു. നാടകീയമായി സി സദാനന്ദന്റെ പേരാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വച്ചത്. കെ സുരേന്ദ്രന് വേണ്ടി ബി.എൽ. സന്തോഷ് അടക്കമുള്ള പ്രമുഖർ നടത്തിയ കരുനീക്കങ്ങൾ പൊളിക്കുവാനും രാജീവ് ചന്ദ്രശേഖരന് ഇതിലൂടെ കഴിഞ്ഞു. സംസ്ഥാനത്തെ ബി.ജെ.പിയിൽ അവസാന വാക്ക് താനായിരിക്കുമെന്നും മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ തടസ്സമായി ആരെയും ഒപ്പം കൊണ്ടു നടക്കേണ്ട ബാധ്യത തനിക്കില്ലെന്നും നിശബ്ദമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്യുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ.